വിടാതെ വിടന്മാർ. രാഹുൽ മാങ്കൂട്ടത്തെ യാതൊരു കാരണവശാലും വിടില്ല എന്ന് പറഞ്ഞ് പിന്തുടരുകയാണ് വിടന്മാർ. നമുക്കറിയാം, മുട്ടിൽ മരം മുറിക്കൊള്ളക്കാരന്മാരുടെ നേതൃത്വത്തിലാണ് സർക്കാർ സ്പോൺസേഡ് ഈ ചേസിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. കേക്കച്ചന്റെ അനുഗ്രഹത്തോടും ആശീർവാദത്തോടും കോൺഗ്രസ് പക്ഷത്ത് നിൽക്കുന്ന സഖാവ് വി ഡി സതീശന്റെ ആശീർവാദത്തോടും അനുഗ്രഹത്തോടും കൂടിയാണ് മൂന്നാം ഭരണം പിടിക്കുവാനുള്ള ജട്ടി വിപ്ലവം മുന്നോട്ട് പോകുന്നത്. അതിന്റെ ഭാഗമായി അവർ കത്തിച്ചുവിട്ട രാഹുൽ വിവാദം അടുത്ത കാലത്തൊന്നും നിർത്തില്ല എന്ന മുദ്രാവാക്യം ഉയർത്തി അവർ പണി തുടങ്ങുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ശബരിമല സന്നിധാനത്ത് ഒരു ദൈവവിശ്വാസിയായ അദ്ദേഹം ശബരിമലയിൽ പോയപ്പോൾ ഇന്ന് ഒരു മാധ്യമത്തിന് മാത്രമാണ് ഇത് എക്സ്ക്ലൂസീവ് വിഷ്വലുകൾ കിട്ടിയത്. ഇദ്ദേഹത്തിൻ്റെ പിന്നാലെ ഇവിടുത്തെ ഇന്റലിജൻസ് സംവിധാനങ്ങൾ, പോലീസ് സംവിധാനങ്ങൾ, ഒരു പാർട്ടിയുടെ സംവിധാനങ്ങൾ, അതുപോലെ കേക്കച്ചന്റെ പിണിയാളുകൾ എല്ലാം ക്യാമറ സൂം ചെയ്തിരിക്കുകയാണ്. ഇയാൾ എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു, ഇയാൾ ആരെ വിളിക്കുന്നു, അങ്ങനെ വിടാതെ ഒരു മനുഷ്യനെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം മുൻ വർഷങ്ങളിലെല്ലാം അദ്ദേഹം സാധാരണ പോകുന്നത് പോലെ ശബരിമലയിൽ ദർശനത്തിന് പോയി. അവിടെയും ഒന്ന് ഓർത്തു നോക്കുക, യാതൊരു കാരണവശാലും ഒരു മൊബൈൽ പോലും ഉപയോഗിക്കാൻ പാടില്ലാത്ത, അനുവാദമില്ലാത്ത ഒരു സ്ഥലത്ത് നിന്നാണ് ക്യാമറയിൽ ഇത് ശ്രീകോവിലിനകത്ത് നിന്ന് പകർത്തിയ ദൃശ്യങ്ങളാണെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അത്ര പോലും സംവിധാനങ്ങൾ ഒരുക്കിക്കൊടുത്ത് ദേവസ്വം പ്രസിഡന്റ് പോലും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഇയാളെ ചേസ് ചെയ്ത് വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്രകാരം വെറും ആരോപണത്തിന്റെ പേരിൽ ഒരാളെ വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവന്മാരെ നാണം കെടുത്തിക്കൊണ്ട് ഈ കഴിഞ്ഞ ഞായറാഴ്ച ഒരു CPM യുവതിയുടെ, ഒരു ഭർത്തൃമതിയായ CPM യുവതിയുടെ വീട്ടിൽ CPM MLA അഭിഹിതത്തിന് വരുന്നു. സ്വന്തം ഭർത്താവ് നാട്ടുകാരുടെ സാന്നിധ്യത്തിൽ ഇവനെ കയ്യോടെ പിടിക്കുന്നു. അവന്റെ ജനനേന്ദ്രിയം ചവിട്ടിക്കലക്കിയ ഒരു സംഭവം ഉണ്ടായിട്ട് പോലും ആ വാർത്ത ഇതുവരെ പുറത്തു വന്നില്ല, ആരും ചർച്ച ചെയ്യുന്നില്ല. വെറും ഊഹാപോഹങ്ങൾ മാത്രമാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ഇത് പേരിന്റെ ആദ്യത്തെ ഉണ്ണി എന്ന പേരിന്റെ തുടക്കത്തിൽ ഉള്ള ഒരു MLA ആണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുള്ളത്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഉടൻ തന്നെ പുറത്തു വരും. ഈ കോഴിയെ, ഈ ഗിരിരാജൻ കോഴിയെ സംരക്ഷിക്കുമ്പോൾ ഇദ്ദേഹത്തിനെതിരായി ഉണ്ടായ ഈ അവിഹിത വാർത്ത പുറത്തു വരാതിരിക്കുവാൻ ഏറ്റവും കൂടുതൽ ഇപ്പോൾ പണിപ്പെടുന്നത്, ഇത് സെറ്റിൽ ചെയ്യുവാൻ ശ്രമിച്ചത് കേക്കച്ചനാണെന്നാണ് നമുക്ക് ലഭ്യമായ വിവരം. ഇടതുപക്ഷത്തിനെതിരെ പ്രയോഗിക്കുവാൻ സാധിക്കുമായിരുന്ന ഈ വിവരം മുക്കിയ കേക്കച്ചൻ ഇതൊന്ന് കാണുക. ഇന്നലെ പുലർച്ചെ രാഹുൽ മാങ്കൂട്ടത്തിൽ ശബരിമലയിൽ പോയ ദൃശ്യങ്ങൾ ഇവന്മാർ ശ്രീകോവിൽ നിന്ന് പകർത്തിയ ആ ദൃശ്യങ്ങൾ ഒന്ന് കണ്ടിട്ട് നമുക്ക് ഉടനെ തിരികെ വരാം. പ്രേക്ഷകരെ, പപ്പരാസികൾ മുട്ടിൽ മരമുറി കൊള്ളക്കാരന്മാരുടെ ബിനാമി ചാനൽ പകർത്തിയ ആ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടത്. കണ്ടോ, ഒരു മനുഷ്യനെ പിന്തുടർന്ന് വേട്ടയാടുകയാണ്. ഇദ്ദേഹം എന്തെങ്കിലും അവിഹിതമാണ് അവിടെ കാണിച്ചത്? ഒരു ക്ഷേത്ര ദർശനം പോലും നടത്തുവാൻ അത്ര പോലും പ്രൈവസി ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് ഒരു മനുഷ്യനെ എത്തിക്കുന്നത് കണ്ടോ? ഈ വൃത്തികെട്ടവന്മാരെ കുറിച്ച്, ഈ ജേർണലിസത്തിന്റെ ബാലപാഠങ്ങൾ അറിയാത്ത ഈ മുട്ടിൽ മരമുറി, ഈ കാട്ടുകള്ളന്മാരുടെ, ഇവന്മാരുടെ കള്ളപ്പണത്തിൽ ആരംഭിച്ച ഈ നുണ ഫാക്ടറി, ഈ ഫേക്ക് ന്യൂസ് ഫാക്ടറിയിൽ വാർത്തകൾ അവതരിപ്പിക്കുന്നതിന് ഇടയിൽ വന്നിരിക്കുന്നത് വനം കൊള്ളക്കാരൻ, കുപ്രസിദ്ധ വനം കൊള്ളക്കാരൻ, 100 കേസുകളുടെ ക്രിമിനൽ കേസുകളിലെ പ്രതിയായ ഒരു കാട്ടുകള്ളനാണ്. ക്ലിഞ്ഞോ പ്ലിഞ്ഞോ സൗണ്ടിൽ ഇവൻ വന്ന് മീറ്റ് ദ ഇഡിയറ്റ്സ് പരിപാടിയിൽ വന്ന്, ഇവന്റെ ക്ലിഞ്ഞോ പ്ലിഞ്ഞോ പരിപാടി ആ ശബ്ദത്തിൽ വന്ന് ഇവിടെ ഇരുന്ന് അപവാദങ്ങൾ പടച്ചുവിടുന്ന ഈ നാണം കെട്ടവന്റെ ഇടയിൽ ഇരുന്ന് പ്രവർത്തിക്കുന്ന ഇവരെ പ്രമുഖ മാധ്യമപ്രവർത്തകനായ N മാധവൻകുട്ടി, കേരളത്തിലെ ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകനായ ശ്രീ N മാധവൻകുട്ടി, ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിന്റെ റെസിഡന്റ് എഡിറ്ററായിരുന്ന ശ്രീ N മാധവൻകുട്ടി ഇവന്മാരെ കുറിച്ച് പറയുന്നത് കേൾക്കുക. ഇവന്മാരുടെ ഈ മരമുറി കൊള്ളക്കാരന്മാരുടെ, ഈ ആഭാസന്മാരുടെ, ഇവന്മാരുടെ ഈ ഫേക്ക് ന്യൂസ് ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന ഈ ജേർണലിസ്റ്റുകളെ, നീയൊക്കെ ജേർണലിസ്റ്റുകളാണോ, ഇതാണോ മാധ്യമ പ്രവർത്തനം എന്ന തരത്തിൽ
ഇവന്മാരെ വലിച്ചു കീറുകയാണ് ശ്രീ എൻ മാധവൻകുട്ടി. ശ്രീ എൻ മാധവൻകുട്ടിയുടെ ആ വാക്കുകൾ കേട്ട ശേഷം നമുക്ക് തിരികെ വരാം. ഒരു മരം വെട്ട് കേസിലെ മുതലാളിയാണ് രാഷ്ട്രീയ നിരീക്ഷകനായി നിങ്ങളോട് രാഷ്ട്രീയം സംസാരിക്കുന്നത്. അത് ആരെയാണ് അവഹേളിക്കുന്നത്? നിങ്ങളെയാണ്. ഞാൻ രാംനാഥ് ഗോയൻക നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്തിട്ടുള്ളതാണ്. അരുൺ ഷൗരി ജോലി ചെയ്തിട്ടുള്ളതാണ്. എടത്തട്ട നാരായണൻ, അരുൺ ആസഫ് അലി ഇവരുടെ കൂടെ ഒക്കെ ജോലി ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഈ മരമുറിക്കാരന്റെ കൂടെ ഇരുന്ന് ഈ നാടകം ദിവസവും കളിക്കുന്ന ഇരുന്ന് കൊടുക്കുന്നവരെയും അതാണ് ഭേദം മനോരമയേക്കാൾ എന്നൊക്കെ പറയുകയും ചെയ്യുന്നവരുടെ, ഞാൻ ഈ സാക്ഷരതയുടെ കാര്യം പറഞ്ഞല്ലോ, ഒരു തൊഴിൽ മാത്രം അർഹിക്കുന്ന, ഞാൻ പറയാൻ പറ്റുന്ന സ്ത്രീകളൊക്കെ ഉണ്ട്. അതിനെ സഹിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിനെപ്പറ്റി അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൽ നടന്നതിന്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പ് ചർച്ച നടത്തുകയാണ്. എന്താണ് ഇതിന്റെ അർത്ഥം? ഇത്ര ജീർണമായിട്ടുള്ള ഒരു ആവാസ വ്യവസ്ഥയില് മാധ്യമ പ്രവർത്തനം ഉണ്ടായിട്ട് വേണ്ടേ അന്വേഷണാത്മക മാധ്യമ പ്രവർത്തനം? എന്ത് മാധ്യമ പ്രവർത്തനമാണ് നടത്തുന്നത്? ഞാനും കുറെ നിരീക്ഷകനായി ചമഞ്ഞതല്ലേ? എന്തെങ്കിലും ഉൾക്കാഴ്ചയുള്ള ഒരു കാര്യം നിങ്ങൾക്ക് ചർച്ചകൾക്ക് പുറത്തു വരുന്നുണ്ടോ? നിങ്ങളുടെ രാഷ്ട്രീയ ബോധത്തെ തീരുമാനിക്കുന്ന വണ്ണം എന്തെങ്കിലും ബുദ്ധിയുള്ള കാര്യം ഈ ചർച്ചയിൽ വരുന്നുണ്ടോ? നല്ല പത്രപ്രവർത്തകരുടെയും നല്ല പത്രപ്രവർത്തകരുടെയും അംഗീകരിക്കുകയും മോശത്തിന് മുഖത്ത് നോക്കി മോശമാണെന്ന് പറയാം. ഇത് ചവറാണ്, ഇത് നിങ്ങൾക്ക് ഞങ്ങൾ തിരസ്കരിക്കും, ഞങ്ങൾ ഇതിന്റെ മുമ്പിൽ ഇരിക്കുകയില്ല. ഇവൻ ആരാണ് ഞങ്ങളോട് രാഷ്ട്രീയം പഠിപ്പിക്കാൻ? ഒരു നാടകമാണ് സുഹൃത്തുക്കളെ നടക്കുന്നത്. അടിമുടി നുണ. ചർച്ചയെന്നും പറഞ്ഞു പത്രാധിപരെന്നും ആങ്കറെന്നും കുതിരപ്പുറത്തും മൊട്ടയടിച്ച് ഇതൊരു ഫാഴ്സാണെന്ന്, അതായത് ഒരു പ്രഹസനമാണെന്ന് മനസ്സിലാക്കാതെ ചാനൽ ടെലിവിഷൻ ഒരു വിനോദോപകരണമാണ് ആദ്യം മനസ്സിലാക്കുക. കേട്ടല്ലോ, എൻ മാധവൻകുട്ടിയെ പോലെയുള്ള മുതിർന്ന മാധ്യമപ്രവർത്തകർ നടത്തിയ ആ പ്രതികരണം നിങ്ങൾ കേട്ടല്ലോ. എന്തെങ്കിലും ഒരു ആത്മാഭിമാനമുള്ള, എന്തെങ്കിലും ഒരു മാന്യതയുള്ള മാധ്യമപ്രവർത്തകരായിരുന്നു എങ്കിൽ ഈ നാണം കെട്ടവന്റെ, ഈ മരമുറിക്കൊള്ളക്കാരന്റെ സ്ഥാപനത്തിൽ ഇവർ പോയി ജോലി ചെയ്യുമായിരുന്നു. എത്രയും വലിയ ഒരു ദുരവസ്ഥയാണ്. ഇത്രയും വലിയൊരു ഫേക്ക് ന്യൂസ് ഫാക്ടറിയിൽ ഭരണകൂടത്തിന്റെ ഒത്താശയോടെ പച്ചക്കള്ളങ്ങൾ പടച്ചുവിടുന്ന, രാഷ്ട്രീയ എതിരാളികളെ മാനം കെടുത്തുന്ന, നാണം കെടുത്തുന്ന വാർത്തകൾ പടച്ചുവിടുന്ന, മാധ്യമപ്രവർത്തനത്തെ വ്യഭിചരിക്കുന്ന ഇത്തരം സ്ഥാപനങ്ങളെ, പ്രേക്ഷകരെ നിങ്ങൾ തിരിച്ചറിയുക. ഇതൊക്കെയാണോ മാധ്യമപ്രവർത്തനം? ഇത്തരം മാധ്യമങ്ങളെ നിയന്ത്രിച്ചില്ല എങ്കിൽ ഇത് നിയന്ത്രിക്കുവാൻ സാധ്യമല്ല. ഇവരെ നിയന്ത്രിക്കേണ്ടുന്നത്, ഇവരെ ഒതുക്കുവാൻ സാധിക്കുന്നത് ഇവിടുത്തെ പ്രേക്ഷകർക്ക് മാത്രമാണ്. ഇവരുടെ ലക്ഷ്യം എന്താണ്, ഇവർ എന്തിന് ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇവരാരൊക്കെയാണ്, ഇവരുടെ ലക്ഷ്യം എന്താണ്, ഇവരാരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരം മാധ്യമങ്ങളുടെ ഇവന്മാർ ഓരോ കള്ളത്തരങ്ങൾ പടച്ചുവിടുമ്പോൾ അത് മനസ്സിലാക്കുവാനുള്ള ഒരു ശേഷി നിങ്ങൾക്ക് ഉണ്ടാവും. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഈ സിൻഡിക്കേറ്റ് മാധ്യമങ്ങൾ എന്ന് പറയുന്നത് ഈ മുട്ടിൽ മരമുറി കൊള്ളക്കാരന്മാരുടെ ചാനൽ, അതുപോലെ ചിട്ടി മുതലാളിയെ മുന്നിൽ നിർത്തി നടത്തുന്ന 24 ചാനൽ, അതുപോലെ തന്നെ ന്യൂസ് 18 എന്ന് പറയുന്നത്, അതുപോലെ മീഡിയ വണ്ണും ഇവർക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നു. അതുപോലെ കേക്കച്ചന്റെ ബിനാമി ചാനൽ, ന്യൂസ് മലയാളം, തേൻകണി, മംഗളം ചാനലിനെ മുടിപ്പിച്ചവൻ അണിയറയിൽ ഇരുന്ന് നടത്തുന്ന ന്യൂസ് മലയാളം തുടങ്ങിയ മാധ്യമങ്ങളാണ് പ്രത്യക്ഷത്തിൽ കേക്കച്ചനു വേണ്ടിയും ഭരണകൂടത്തിനു വേണ്ടിയും ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നത്. ഏഷ്യാനെറ്റും ഇതിൻ്റെ പങ്കാളിയായി എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഏഷ്യാനെറ്റിലെ പ്രധാനപ്പെട്ട വിനു വി ജോൺ അടക്കമുള്ളവർ ഇന്ന് കേക്കച്ചനു വേണ്ടി മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് വേണ്ടി ഒരു PR സ്ഥാപനമായി ഇതെല്ലാം അധപ്പതിച്ചു കഴിഞ്ഞു. അതിലെല്ലാം ഉപരി നമുക്കറിയാം, ചാനലുകളിൽ മാറിപ്പോയിരുന്ന് ഒരു വൃദ്ധനായ ഒരു കേസില്ലാ വക്കീൽ അഡ്വക്കേറ്റ് ജയശങ്കർ, അദ്ദേഹത്തിന്റെ പ്രൊഫഷണലിൽ അദ്ദേഹത്തിന് ശോഭിക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു മാധ്യമ നിരീക്ഷകൻ എന്ന പേരിൽ തൊഴിലായി ഇയാൾ ഇറങ്ങിയിരിക്കുകയാണ്. പറവൂർ സതീശന് വേണ്ടി ഇയാൾ ഊണും ഉറക്കവുമില്ലാതെ, അദ്ദേഹത്തിന് ഗുരുതരമായ പല ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ഏറ്റു നിൽക്കാൻ പോലും വയ്യെങ്കിലും അതിനെയെല്ലാം തൃണവൽക്കണിച്ച് അദ്ദേഹം ഇന്ന് ഓരോരോ
മാധ്യമങ്ങളിൽ പോയി, ഡിജിറ്റൽ മാധ്യമങ്ങളിലും സാറ്റലൈറ്റ് ചാനലുകളിലും പോയിരുന്ന് കേക്കച്ചന് വേണ്ടി PR പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേക്കച്ചനെ പൊക്കുക, കേക്കച്ചന്റെ ബ്രാൻഡ് വാല്യൂ കൂട്ടുക, കേക്കച്ചനെ ന്യായീകരിക്കുക, രാഹുലിനെയും ഷാഫിയെയും അടക്കമുള്ള യുവനേതാക്കളെ താറടിച്ച് കാണിക്കുക, മുസ്ലിം വർഗീയ വിരോധം ആളിക്കത്തിക്കുക തുടങ്ങിയ പണികളാണ്, അജണ്ടകളാണ് കേസില്ലാ വക്കീൽ ഏറ്റെടുത്തിരിക്കുന്നത്. ഇയാൾ മാധ്യമങ്ങൾ തോറും മാറി നടന്ന് ഇയാൾ കേക്കച്ചനെ ന്യായീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ കേസില്ലാ വക്കീലിനെ ജനങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുക. ഇവൻ കേക്കച്ചന്റെ പണം മേടിച്ച് കേക്കച്ചന് വേണ്ടി PR വർക്ക് നടത്തുന്ന ഒരു ഏഴാം കൂലിയായി അധപ്പതിച്ചു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇയാളുടെ നിരീക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഇത് പടി കൊടുത്ത് പറയിപ്പിക്കുന്ന വെറും ജൽപ്പനങ്ങളാണെന്ന് നിങ്ങൾ തിരിച്ചറിയുക. ഈ കേസില്ലാ വക്കീലിനെ നിങ്ങൾ സൂക്ഷിക്കുക. കേക്കച്ചന് വേണ്ടി PR നടത്തുന്ന ഒരു കൂലി തൊഴിലാളിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇതുപോലെയുള്ള ഞാൻ ആ പദം ഉച്ചരിക്കുന്നില്ല, ഇവന്മാർ ഈ മാധ്യമ പ്രവർത്തനത്തിനെ വ്യഭിചരിക്കുന്ന ഇവന്മാരെ നിങ്ങൾ സൂക്ഷിക്കുക. ഈ കാട്ടുകള്ളന്മാർ ഓരോ ദിവസവും വരും ദിവസങ്ങളിൽ ഇനിയും രാഹുലിനെ വേട്ടയാടുവാൻ തക്ക ആവനാഴിയിൽ ഇവന്മാർ കോപ്പുകൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു കച്ചിത്തുരുമ്പെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഈ നിയമസഭ തീരുന്നതിന് മുമ്പായിട്ട് തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അവന്മാർ ഇപ്പോഴും പ്രവർത്തിക്കുന്നത്. ഇതിനെല്ലാം വളം വെച്ചു കൊടുക്കുന്നത് ഇപ്പോഴും ഈ കേക്കച്ചന്റെ ഈ പ്രസ്താവനയാണ്. എൻ്റെ കയ്യിൽ തെളിവുകളുണ്ട്, എൻ്റെ കയ്യിൽ പരാതിയുണ്ട് എന്നും പറഞ്ഞ് ഈ വിഷയത്തെ ആളിക്കത്തിച്ച് നിൽക്കുമ്പോൾ ശത്രുക്കൾ പോലും ആക്രമിക്കാതെ വിടുമോ? ഇവന്റെ ഇന്റൻഷൻ നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ ഒരു ഓർക്കസ്ട്രേറ്റഡ് ക്യാമ്പയിൻ പിണറായിക്ക് മൂന്നാം തവണയും ഭരണം പിടിക്കുവാൻ ഈ സഹാവ് കേക്കച്ചൻ നടത്തുന്ന പ്രവർത്തനങ്ങളെ നിങ്ങൾ കരുതിയിരിക്കുക, മനസ്സിലാക്കുക. രാഹുലിന് നീതി തേടിയുള്ള 20-ാം ദിനത്തിൽ മിഷൻ 60യുടെ 20-ാം ദിനത്തിൽ അദ്ദേഹത്തിന് നിയമസഭയിൽ വരാൻ സാധിച്ചു, ആദ്യ വിജയം നേടുവാൻ സാധിച്ചു. എങ്കിലും ഇപ്പോഴും രാഹുലിനെ ഒരു ഇരുട്ടത്ത് നിർത്തുവാനാണ് ഇവന്മാർ ശ്രമിക്കുന്നത്. ഈ വിഷയം അനന്തമായി വലിച്ചു നീട്ടി ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വീണ്ടും ഉന്നയിച്ച് അദ്ദേഹത്തെ ഇല്ലാതാക്കുവാനുള്ള ശ്രമങ്ങളാണ് ഇവന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ വരുന്ന ശനിയാഴ്ച രാഹുൽ പാലക്കാട്ടേക്ക് എത്തുവാൻ പോവുകയാണ്. പാലക്കാട്ടുള്ള എല്ലാ സഹോദരന്മാരുടെയും സഹായ സഹകരണവും അദ്ദേഹത്തിന് ഉണ്ടാവണം. നിങ്ങളുടെ എല്ലാം പിന്തുണ അദ്ദേഹത്തിന് വേണം. ഈ ശനിയാഴ്ച അദ്ദേഹം പാലക്കാട് കാലുവെക്കുമ്പോൾ, അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെത്തുമ്പോൾ ഇവന്മാർ പലതരത്തിലുള്ള തരികടകളും പ്രകസനങ്ങളും ഉണ്ടാക്കുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു കവചം പോലെ, ഒരു പരിചയമായി അവിടെയുള്ള വോട്ടർമാർ, കോൺഗ്രസ് പ്രസ്ഥാനത്തെ നെഞ്ചിലേറ്റിയവർ, രാഹുലിനെ ഇഷ്ടപ്പെടുന്നവർ, എല്ലാ അമ്മപെങ്ങന്മാരും ഇദ്ദേഹത്തിനൊരു സംരക്ഷണ കവചം ഒരുക്കുവാൻ ഒരു പരിചയ പോലെ നിങ്ങൾ അവിടെ ഉണ്ടാവണം എന്ന് മാത്രം പറയുന്നു. ITV ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ് തുടരുന്നു. ജനങ്ങളുടെ പ്രതികരണങ്ങൾ കേൾക്കുക. എൻ്റെ പേര് NC കുര്യൻ. ഞാൻ ഇവിടുന്ന് എറണാകുളത്തു നിന്നാണ് സംസാരിക്കുന്നത്. സാറേ, എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്, ഈ VD സതീശൻ എന്ന വ്യക്തി ഒരു ചതിയൻ മാത്രമല്ല, വെറും കഴിവുകെട്ട ഒരു കൊലച്ചതിയൻ ആണ് എന്ന് കൂടി ഇവിടെ വെളിപ്പെടുകയാണ്. കാരണം നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, VD സതീശൻ പിന്നിൽ നിന്നുകൊണ്ടാണ് എന്ന ഒരു നടി വെടിപൊട്ടിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. അതിനുശേഷം ഉണ്ടായ ഒരു സംഭവവികാസം എന്ന് പറയുന്നത്, ഇത്രയും കോലാഹലങ്ങൾക്കെല്ലാം ശേഷം ഇപ്പോൾ ഭയങ്കര അപമാനം അല്ലെ അപകീർത്തികരമായ സന്ദേശങ്ങളും ഓഡിയോസും വീഡിയോസും ഒക്കെ വിടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പല യൂട്യൂബർ ചാനലുകാർക്കെതിരെയും പരാതി കൊടുത്തിരിക്കുന്ന ശേഷം വീണ്ടും രംഗത്ത് വന്ന് അതേ നടി തന്നെ വീണ്ടും വെളിപ്പെടുത്തുകയാണ്. എനിക്ക് പ്രശ്നം ഉണ്ടായിട്ടൊന്നുമല്ല, പക്ഷേ എൻ്റെ പുരുഷ സുഹൃത്തുക്കൾ, ഉന്നത സ്ഥാനത്തുള്ള പുരുഷ സുഹൃത്തുക്കൾ, നമുക്കറിയാം ആദ്യത്തെ ആ നടിയുടെ വെളിപ്പെടുത്തലിനകത്ത് രാഹുൽ മാക്കൂട്ടത്തിൻ്റെ പേര് പറയാതെ രാഹുൽ മാക്കൂട്ടമാണ് എന്ന് 100% പറഞ്ഞു വെച്ചു. അതുപോലെ തന്നെ ഇപ്പോൾ ഈ പുരുഷ സുഹൃത്ത്, ഉന്നത സ്ഥാനത്തുള്ള പുരുഷ സുഹൃത്ത് എന്ന് പറയുമ്പോൾ അതാരാണെന്നുള്ളത് എല്ലാവർക്കും വ്യക്തമാണ്. അത് VD സതീശൻ തന്നെയാണ്. അതായത് VD സതീശന് വേണ്ടിയിട്ട് VD സതീശൻ ഈ നടിയുടെ കാല് പിടിച്ചുകൊണ്ട് പോയി ഒരു പരാതി കൊടുപ്പിച്ചു എന്നുള്ള രീതിയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ വന്നിരിക്കുകയാണ്. ഇത്രയ്ക്കും കഴിവുകെട്ട മ്ലേച്ഛനായ ഒരു ചതിയനായ ഒരു പ്രതിപക്ഷ നേതാവ് ശരിക്കും പറഞ്ഞ കേരളത്തിലെ ഏറ്റവും അപമാനമാണ്. ശരിക്കും പറഞ്ഞ കേരളീയർക്ക്, മലയാളികൾക്ക് അപമാനമാണ്. ഇനിയിപ്പം രാഹുൽ മാക്കൂട്ട എതിരെ ഇത്രയും ദുഷിച്ച ആരോപണങ്ങൾ ഉന്നയിച്ച ഈ എന്ന സ്ത്രീയെ സാമൂഹ്യ ദ്രോഹിയായിട്ട് പ്രഖ്യാപിക്കണം.
അത് ഇവിടുത്തെ ഉന്നത നീതിപീഠമോ സർക്കാരോ അതിന് തയ്യാറാവണം. കാരണം 99.99% സ്ത്രീകൾക്കും ഇത്തരം ദുഷിച്ച സ്ത്രീകൾ ഒരു അപമാനം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ സ്ത്രീയെ സാമൂഹ്യ ദ്രോഹിയായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഉത്തരവ് തന്നെ ഇറക്കണം എന്നുള്ളതാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്. ഏരിയ മേയർ കൊട്ടാരക്കരയിൽ നിന്ന് വിളിക്കുകയാണ്. ഈ സതീശൻ ആദ്യം കയറിയപ്പോൾ തന്നെ ജനങ്ങൾ പറഞ്ഞു ഇവൻ ഒരു ചുക്കും പ്രതിപക്ഷോധം പറഞ്ഞ് ചെയ്യത്തില്ലെന്നല്ലാതെ ഒരു സംസാരം ഉണ്ടായിരുന്നു. ഇതിനെ വെറുതെയാണ് നിർത്തിയിരിക്കുന്നത്. ഈ വെള്ള ഇട്ടുകൊണ്ട് ചുമ്മാ ഇവൻ നിന്ന് ഷൈൻ ചെയ്യത്തേ ഉള്ളെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സംഭവിച്ചു. ഞാൻ പറയുന്ന സാറേ, ഈ ബഹളങ്ങളൊക്കെ നടത്തുമ്പോൾ ഇവന്മാരെ ഈ വെള്ള ഇട്ടുകൊണ്ട് നടക്കുന്ന ഇവന്മാരെ മുമ്പിൽ പിടിച്ച് നിർത്തണം. ഈ ഇവന്മാർ അടി കൊള്ളണം, ഇവന്മാർ ഒന്ന് കൊള്ളണം. പോലീസ് അടിയുടെയൊക്കെ വേദന ഇവന്മാരൊന്ന് മനസ്സിലാക്കണം. ഇതിന്റെയൊക്കെ ഊളിപ്പ് വലിച്ചു കീറി കളഞ്ഞ് ഇവനെയൊക്കെ ഒന്ന് മുമ്പിൽ നിർത്തണം. അതിനു വേണ്ടി വേണം ചെയ്യാൻ. അല്ലാതെ അടി കൊണ്ട് പാവങ്ങൾ കണ്ണുമില്ല തലയുമില്ല ദേഹവും ഇല്ലാതെ കിടക്കുന്നതിന്റെ പുറകെ നിന്നുകൊണ്ട് കയ്യും വീശി ഞെട്ടിപ്പോയി തളർന്നുപോയി എന്ന് പറയാതെ ഇവനെയൊക്കെ മുമ്പിൽ നിർത്തി വേണം. ഞാൻ പറയുന്നത് അതിനു വേണ്ടി വേണം നിൽക്കാൻ. വരുമ്പോ ഇവന്മാരെ ഇളക്കി നിർത്തണം. നേതാക്കന്മാരെന്ന് പറയുന്നവന്മാരെ എല്ലാം മുമ്പിൽ നിർത്തണം. അല്ലാത്തവന്മാർ നേതാവായി ഇരിക്കണ്ട. ഇങ്ങനെ ജനങ്ങളെ കൊന്നു കഴിഞ്ഞിട്ട് കള്ളക്കച്ചവടം വെച്ചുകൊണ്ട് നിൽക്കേണ്ട യാതൊരു കാര്യവുമില്ല. എനിക്കതേ ഉള്ളൂ പറയാം. ഇവന്മാരെ ഇറക്കണം. ഒരു കാരണവശാലും രാഹുൽ മാങ്കൂട്ടത്തിനെ തീർച്ചയായും നമ്മളെ കോൺഗ്രസിലേക്ക് കൊണ്ടുവരണം. അതിനായിട്ടുള്ള സകല പ്രയത്നങ്ങളും ഞങ്ങളുടെ രീതിയിൽ ഞങ്ങളിവിടെ പറയുന്നുണ്ട്, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇവനെയൊക്കെ തല്ലി ഉടച്ച് കളയേണ്ട സമയം കളഞ്ഞു. ഇനിയും വെച്ചോണ്ടിരിക്കാൻ പാടില്ല. ഈ സതീശനൊക്കെ എടുത്ത് കളയണം. ഇവനെ കൊണ്ടൊന്നും ഒരു ചുക്കും ചെയ്യരുത്, ഒന്നുമില്ല. ചുമ്മാ ഇവനൊക്കെ കോടികൾ വാങ്ങിച്ച് എവിടെ തിന്നാനാ? ഇവനൊക്കെ എവിടെ കൊണ്ടുപോകാനാ? കുറെ വീർപ്പിച്ച് മക്കൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വീതം വെക്കാനല്ലാതെ ഈ പാവങ്ങളെ കണ്ണീരിന്റെ വിലയാ ഇവന്റെ കയ്യിലിരിക്കുന്നേ എന്നുള്ള ഒരു ചിന്ത ഇവനൊക്കെ നഷ്ടപ്പെട്ടു പോകാൻ പലന്മാരെ. അവന്റെ തേജസ് പോവും, അവന്റെ ഓജസ്സും തേജസ്സും അവന്റെ ബ്യൂട്ടി പാർലറിൽ പോയുള്ള മേക്കപ്പും അവന്റെ കയ്യും കാലും വിശിരും ഒക്കെ നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ അത് നാണക്കേടല്ലേ? അതിനുവേണ്ടി അവർക്ക് ഓരോരുത്തരെ ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കും. സാർ നോക്കിയത് ഇലക്ഷൻ വരെ ഇങ്ങനെ ഓരോ കോപ്രായം കാണിച്ചുകൊണ്ടിരിക്കും. ഇന്നലെ കണ്ടോ ഈ മറ്റേ ഷെഡിൽ കയറിയിരുന്ന നമ്മുടെ AK ആന്റണിയെ കൊണ്ടുവന്ന് നാണം കെട്ടില്ലേ? ഇപ്പം സഭയെ നാണം കെട്ടില്ലേ അവനിപ്പം? അവൻ കൊണ്ടുവന്നതാ, കേന്ദ്രത്തിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവന്നതാ. ഏതാണ്ട് ഇപ്പൊ ഇവിടെ ശ്രമിക്കുമെന്നും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും മനസ്സിലായി സാറേ. ഒരിക്കലും കോൺഗ്രസ് ക്ഷീണിക്കത്തില്ല, ഒരിക്കലും ക്ഷീണിക്കത്തില്ലെന്ന് എനിക്ക് 100% അറിയാം. ക്ഷീണിക്കും, ഇവന്റെയൊക്കെ സന്താനങ്ങളോട് ക്ഷീണിച്ചു പോകും. ഇങ്ങനെ പോക്കൃത്തരങ്ങൾ ഈ സ്ഥാനത്ത് കയറി ഇരുന്നുകൊണ്ട് കാണിക്കുന്നതിന് ഇവന്റെയൊക്കെ സന്താനങ്ങളോടെ പോകും. അല്ലെ? നോക്കിക്കോ സാർ. ഇവരൊക്കെ ഒരു എന്തായാലും പറയണ്ടേ, എനിക്ക് തന്നെ അറിയില്ല എന്താ. കോഴിക്കോട് ജില്ലയിലുള്ള മാവൂർ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വിളിക്കുന്നത്. എൻ്റെ പേര് ഉഷാദേവി. ഞാൻ സാറിന്റെ ന്യൂസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നും അത് തന്നെയാണ് കാണുന്നത്. ഞാനിപ്പോ വിളിച്ചത് എന്താന്ന് വെച്ചാല്, രാഹുലിന് ഇതുവരെ സാറ് കൊടുത്ത എല്ലാ സപ്പോർട്ടിനും 100 താങ്ക്സ്. അതുപോലെ തന്നെ ഇനിയും ഉണ്ടാവണം എന്നാണ് ഞങ്ങൾ കുറെ അമ്മമാര് ഇതിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് 3 മക്കളുണ്ട്, 2 ആണും 1 പെണ്ണും. ഇന്നത്തെ ഈ സാഹചര്യത്തിൽ ഈ ഇത് എന്താ പറയാണ്, ഈ വിധി സതീശനെ പോലുള്ള ഒരാൾ ഒരു പെണ്ണിനെ കൊണ്ടുവച്ചിട്ട് നശിപ്പിക്കാനുള്ളതല്ല. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജീവിതമായാലും ഭാവിയായാലും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള ആളാണ്. അതുകൊണ്ട് എത്രയും വേഗം അവനെ തിരിച്ചു പാർട്ടിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശക്തമായത് ഞങ്ങളിവിടെ പറയുന്നുണ്ട്. ഞാനൊരു കോൺഗ്രസ്സുകാരിയാണ്. ഞാനിപ്പോഴും എൻ്റെ ഒരു സുഹൃത്തിനോട് വിളിച്ചിട്ട് അവനോട് പറഞ്ഞിട്ടുണ്ട്, പഞ്ചായത്ത് ഇലക്ഷൻ ഞങ്ങളിപ്പോ വീട് കയറി ഇങ്ങനെ ഇത് കത്ത് കൊടുക്കാനൊക്കെ പോകുന്നുണ്ട്. അപ്പോ പഞ്ചായത്ത് ഇലക്ഷന്റെ ഭാഗമായിട്ട് അപ്പൊ ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്, ഇനി ഞാൻ വരണമെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ തിരിച്ച് പാർട്ടിയിൽ അവന്റെ സ്ഥാനം തിരിച്ചു കൊടുത്തിട്ട് അവനെ കൊണ്ടുവരണം. അപ്പോ ഇതിന് നമ്മൾ ശക്തമായിട്ട് പറയണം. പാർട്ടിക്ക് എതിരായിട്ട് നിന്നും പിണറായിന്റെ ഉപ്പും ചോറും തിന്നും അവന്റെ കമ്മീഷനും വാങ്ങി പറ്റിയിട്ട് കീശയിൽ വെച്ചിട്ട് ഇങ്ങനെ നടന്നാലൊന്നും പോരാ. പാർട്ടിക്കാർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്ന ആളാണ് ഇവന് രാഹുൽ മാങ്കൂട്ടം. അല്ലാതെ ഈ പിണറായിന്റെ അന്നാണ്ടില്ല ഓണത്തിന് സദ്യ കഴിക്കാൻ പോയ അയാള് എന്തൊരു ചിരിയാണ് അയാള്. അത് കണ്ടപ്പോ തന്നെ കിട്ടത്തിൽ 2 കൊടുക്കാനാ തോന്നി നമുക്ക് TV കണ്ടിട്ട്. ഈ 24ഉം ഈ ന്യൂസ് 8 റിപ്പോർട്ടറും ഇതൊന്നും എന്റെ മക്കൾ വരെ TV വെക്കുമ്പോൾ ഞാൻ പറയും മാറ്റി അവരതൊന്നും കാണരുത്. ഈ വിനു ഒക്കെ എന്തെല്ലാം പറയുന്നത്, ഇവരൊക്കെ ഇത്രയും അധപ്പതിച്ചു പോയോ എന്നുള്ളതാണ്. ഞാൻ ഒരു പെണ്ണൊരു പരാതി കൊടുക്കാതെ കണ്ടിട്ട് ഒരു പരാതി ഇവനോട് പറഞ്ഞപ്പോഴേക്ക് ഇവന് അങ്ങ് പിരിച്ചു വിട്ടു പറ്റും. ഇവനൊക്കെ അവന് വലിയ പുണ്യാളനാ. ഇവനെ പറ്റിയിട്ട് എന്തെല്ലാം പറയുന്നുണ്ട്. ഒരു പെണ്ണ് വന്നിട്ട് പറവൂരുള്ള ഒരു പെണ്ണുങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, മുംബൈ ഇതിനെ പറ്റി പറയുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങളിപ്പം ശക്തമായിട്ട് ഇവിടെ മാവൂരുള്ള പാർട്ടിന്റെ കോൺഗ്രസിന്റെ ആളുകളോടെല്ലാം ഞാൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എത്രയും വേഗം VD സതീശൻ എന്ന ആ തെണ്ടീനെ ആ സ്ഥാനത്തുനിന്ന് മാറ്റണം. അത്രേ ഉള്ളൂ. വേറെ ഉള്ളതൊക്കെ പോട്ടെ, ഇവനാണ് പോയിസൺ, അവൻ വിഷം. ഇവനെ
എത്രയും വേഗം അവിടുന്ന് ആ സ്ഥാനത്ത് മാറ്റിയിട്ട് പ്രതിപക്ഷ നേതാവ് ഇല്ലാതിരുന്നാലും വേണ്ടിയില്ല, ഇവനെ അവിടുന്ന് ഒഴിവാക്കണം. അതുപോലെ തന്നെ KPCC അയാളെന്താ പറയുന്നത്, അയാൾ ഇങ്ങനെ എന്താ പറയാ ഒരു പാവ പോലെ, സതീശൻ എന്താണോ പറയുന്നത് അതുപോലെ അതാണ് അയാൾ. അത് പോരല്ലോ. സുധാകരനൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് എന്താണ് അയാൾ സ്ട്രോങ് ആയിട്ട് അയാൾ പറയാം. അയാളെയൊക്കെ ഇവർക്ക് പേടിയാണ്, കാരണം അയാൾ മുഖത്തടിച്ച പോലെ പറയും, അങ്ങനെ വേണം. ഇന്ന് ഈ കേരളത്തിൽ പേടിക്കുന്ന ഒരു നേതാവ് നിയമസഭയില് ഇവൻ എന്തോ വലിയ മലമറിക്കെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴത്തെ അവസ്ഥ നാണം കെട്ട് പോയില്ലേ? ശരിക്ക് രാഹുൽ ആ സഭയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഇവന്മാർക്ക് ഈ ഗതി വരുമായിരുന്നോ? ഞങ്ങൾ ഇവിടുന്ന് ITV ന്യൂസ് കണ്ടുകൊണ്ട് ഞങ്ങൾ കൈയടിക്കായിരുന്നു. ഞാൻ അപ്പൊ തന്നെ എന്റെ എല്ലാ സുഹൃത്തുക്കളെ വിളിച്ച് ഞാൻ പറഞ്ഞു, ഇതാ രാഹുൽ പോകുന്നുണ്ട്, പിന്നെ അവിടെ എത്തി. എല്ലാവരും ഞങ്ങൾ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. എന്തായാലും സാറ് ഇതിന് മുന്നിൽ നിന്നത് കൊണ്ട് ഇവന് വേണ്ടിയിട്ട് നീതി കിട്ടി. അത് ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ വരും. ഇങ്ങനെ തന്നെ ആയിരുന്നല്ലോ ഉമ്മൻചാണ്ടി സാറിനെ പോലെ ഒതുക്കിയത്. പാർട്ടിക്കാരും കൂടെ ചേർന്നാണല്ലോ അയാളെ ഒതുക്കിയത്. അവരെ ഭാര്യ പറഞ്ഞല്ലോ, ആരും തിരിഞ്ഞു നോക്കിയില്ല, പാർട്ടിയിൽ നിന്ന് ഒരാൾ പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ലായിരുന്നു, എത്രയോ വേദനിച്ചു കുഞ്ഞുകുഞ്ഞു അവര് പറഞ്ഞല്ലോ, നമ്മൾ കേട്ടതല്ലേ അവര് സങ്കടം. അവരെ പോലെ തങ്കക്കെട്ടിയായ ഒരു ഭാര്യ ഉണ്ടാകുമ്പോ ഈ സരിത എന്ന് പറഞ്ഞാൽ ഈ കോർപ്പറേഷന്റെ കക്കൂസ് പോലെ ആ സാധനത്തിനെ ആർക്ക് വേണോ? എന്നിട്ട് ആ പെണ്ണിനെ വെച്ചുകൊണ്ട് ആ വയസ്സായ ആ മനുഷ്യനെ പറ്റി എന്തെല്ലാം പറയും. ഞങ്ങളൊക്കെ അന്നും പറയുന്നുണ്ട് ഇതൊക്കെ എന്തോ ഇതിനുള്ളിൽ എന്തൊക്കെയോ ഗൂഢാലോചന ഉണ്ട്. അതിന്റെ അന്നത്തെ ഈ കമ്മീഷൻ പറ്റിയ ആളായിരിക്കണം ഈ VD സതീശൻ എന്നാണ് എനിക്കിപ്പോ തോന്നുന്നത്. തിരുവനന്തപുരം. ഇത് രാഹുലിനെ ഇപ്പൊ പിന്തുണ കൊടുത്ത് ഇത്രയും ഇതാക്കിയതിൽ ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളെന്തായാലും അതിന് സാർ ഒരുപാട് പ്രയത്നിച്ച് കഷ്ടപ്പെട്ട് നിങ്ങൾ രാഹുൽ ഇപ്പോൾ വന്നതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എന്റെ ഭർത്താവൊക്കെ ഒരു കോൺഗ്രസ് അനുഭാവിയാണ്. ഇപ്പൊ ഈ കാണിക്കുന്നതല്ല, രാഹുലിന്റെ പാർട്ടിക്കാർ തന്നെ ഇത് ചെയ്യുന്നത് കാണുമ്പോൾ ഒരുപാട് സങ്കടമുണ്ട്. നമ്മള് ഇനിയിപ്പോ ഈ കോൺഗ്രസ് ഒരു ഭരണത്തിലേക്ക് വരൂല എന്ന് തന്നെ തോന്നിപ്പോന്നു. ശരിക്കും ആ അവസ്ഥ കോൺഗ്രസിന് ആക്കിയതാരാ? കണ്ടതിൽ സതീഷിനാണ് ഇതിപ്പോ അത്രയും ചെയ്തത്. സതീഷിനും മറ്റുള്ള രണ്ടുപേർക്കും അതിൽ പങ്കുണ്ട്. ഏകദേശം ഉള്ളവരെല്ലാം ഇനിയിപ്പോ പറയുന്നത് ഈ പ്രായമുള്ളവരെല്ലാം പിന്മാറിക്കൊണ്ട് ഈ ചെറുപ്പക്കാരെല്ലാം നിലനിർത്തണം എന്നാണ് പറയുന്നത്. അവരാണ് നല്ലത്. അല്ലാതെ ഇത്രത്തോളം അതൊരു വിഷമം തന്നെയാണ് ഇവരിങ്ങനെ നിൽക്കുന്നത്. നമുക്കാർക്കും ഒരു ഉപയോഗമില്ല, നാടിനും ഒരു ഉപയോഗമില്ല. അങ്ങനെ അതിന്റെ ഒരു വിഷമം കൊണ്ടാണ് ഞാൻ വിളിച്ചത്. കാര്യം എന്തായാലും രാഹുല് മന്ത്രിസഭയിൽ വന്നതിൽ വളരെ സന്തോഷമുണ്ട്, വളരെ വളരെ സന്തോഷമുണ്ട്. ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ഞങ്ങളൊക്കെ 52 വയസ്സുള്ള പ്രായമുള്ള സ്ത്രീകളാണ്. അല്ലെ, അപ്പോഴും നമുക്ക് അവര് എന്തോ സഹോദരന്മാരെ പോലെയോ മക്കളെ പോലെയോ ഒക്കെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അതുങ്ങളെ. അത് കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. അതുപോലെ തന്നെയാണ് ഷാഫി പറമ്പിലും മറ്റുള്ള യങ്സ്റ്റ് എല്ലാം അവർ നല്ല നല്ല പിള്ളേരാണ്. ഒരുവിധമുള്ള എല്ലാം നല്ലതാണ്. ഈ പഴയ ആൾക്കാരെല്ലാം മാറിക്കൊണ്ട് ഇവർ മുന്നോട്ട് വരണമെന്നാണ് ഞങ്ങളെല്ലാം ആഗ്രഹം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.